ഹലോ അസ്സലാമു അലൈക്കും ഗൈസ്. നമുക്കിന്നൊരു ഹൗസ് വാമിങ് ആക്കിയാലോ, ഒരു കിടിലൻ ട്രഡീഷണൽ ഹൗസ് വാമിങ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് ഇറങ്ങിയൊക്കെയാണ്. ഉമ്മ ഉണ്ട്, അയ്യൂബും ഉണ്ട്. അയ്യൂബ് അതായത് ചെറുക്കനുണ്ട്, എൻ്റെ മക്കളെ അയ്യൂബ് ചെറുക്കനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാളും ഇറങ്ങാൻ കാത്തിക്കുകയാണ്. താനെ താനാനെ താനാനാനെ തനെ താനെ ഉണ്ട്. ഈ പൂരപ്പറമ്പിൽ പോയൊരു ചാവി കൊടുത്താൽ കിട്ടുന്ന ബൊമ്മണ്ട്. ആരേലും ഇങ്ങനെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇതേമാതിരി ചാടി കളിച്ചോണ്ട്. ഏതാ ഡ്രസ്സ്? ഫാഷൻ ഷോക്ക് പോവാ. ചെരുപ്പ് എവിടെ? ചെരുപ്പ് അത് ഫാഷനാണ്. പള്ളൊക്കെ കാണുന്നത് നിങ്ങൾക്കറിയില്ല. ഫുള്ള് ട്രെൻഡാണ് അല്ലേ? അതൊക്കെ ഇപ്പൊ ട്രെൻഡായി മാറിയിരിക്കണേ. പോരെ പോരെ പോരെ. ഞാൻ അതാ ചെരുപ്പാ വാണ്ട്, ഞാൻ ചെരുപ്പാ വാണ്ട്. പോരെ പോരെ പോരി. അതിന് ചെരുപ്പ് കാറിലുണ്ട്. നോക്ക് എടുത്ത് നടക്കണ്. എല്ലാത്തൊരു പുരി. ആ കെട്ട അത് തണ്ടല് മുറിയൂ. ഗൈസ്, 3-4 ദിവസത്തിന് ശേഷം നമ്മളെ വീടിന്റെ അവിടുത്തെ റോഡ് റെഡിയായി. നമ്മുടെ വരേക്കുള്ള റോഡ് റെഡി ആയിട്ടില്ല. അത് നമ്മൾ പാതി ചെന്നോളം പാതാളം വഴിക്ക് നമ്മളവിടെ പോയാലും റോഡ് മോശമാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ നേരെ പെരിന്തൽമണ്ണയിലേക്ക് പോവുകയാണ്. ഇന്നെ നോക്കണമെന്നില്ല, ഫുഡ് നന്നായിട്ട് കഴിച്ചോളി. ഞാൻ കഴിക്കാണ്ടാവൂല. ഞാൻ നിങ്ങളൊക്കെ അല്ല ഞാൻ വരും. എന്ത് ഹൗസ് വാമിങ്ങിനല്ലേ നോക്കുന്ന ഹർത്താലാവുകൊണ്ട് ഗൈസ് ഒന്നും വാങ്ങാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. ഞാൻ എല്ലാവരോടും വിളിച്ച് ചോദിച്ചു നിങ്ങളൊക്കെ എന്താ വാങ്ങണെന്ന്. അപ്പോൾ ചിലവർ വാങ്ങുന്നുണ്ട്, ചിലവർ വാങ്ങണില്ല. നമുക്ക് വേറൊരു ദിവസം പോലെ കാണാം. ഇന്നിപ്പോൾ എല്ലാ നാട്ടിലും ഹർത്താലല്ലേ, ഇവിടെ ഹർത്താലാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നാട്ടിലൊരു പൂരം നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കുറുക്കു വഴികൾ കൂടെ പോകണം. മനസ്സിലായില്ലേ? കുറച്ച് നേരം വൈകും നമ്മൾ എത്താനെങ്കിലും നമ്മൾക്ക് വിചാരിച്ച സമയത്ത് അവിടെ എത്താൻ പറ്റൂല. ഇവിടെ റോഡ് ക്ലോസ് ആണ്. അതൊക്കെ കസ്തൂരി മാമ്പഴം. ഇതാണ് ഗൈസ് നമ്മുടെ നാട്ടിലെ കാളവേല. രാത്രി നല്ല രസവും, അതായത് ലൈറ്റും ഡാൻസും പാട്ടും പലതരം കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് ഫുള്ള് DJ ആയിട്ട് ഫുൾ കളറായിട്ട് കാണാൻ പോയി. അങ്ങനെ ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഒരു എന്താ പറയുക, പെരിന്തൽമണ്ണ കുറച്ച് ഉള്ളേരിയ പാതാക്കാരൻ റോട്ടിനാട്ടോ. അപ്പോൾ അലനെ ഉമ്മ എടുത്തിട്ടുണ്ട്, അലേനെ സീൻ കൊടുത്തിട്ടുണ്ട്. കുതിരിക്കൽ കുറച്ച് ഉള്ളിലോട്ടാ. സോറി പോരി. ഹായ്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ വീട്ടിലെത്തി. നമ്മൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഈ ഒരു ഹൗസ് വാമിങ്ങിന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആരുടെയാണ് ഹൗസ് വാമിങ്? നമ്മുടെയൊക്കെ ഫാറൂഖ് മുനീർ, നമ്മളെ കോമഡി വീഡിയോസൊക്കെ ചെയ്യുന്ന പെരിന്തൽമണ്ണയുള്ള ഫാറൂഖ് മുനീറിലെ ഫാറൂഖിൻ്റെ ഹൗസ് വാമിങ് ആണ് കേട്ടോ. വീടൊരു ട്രഡീഷണൽ ടൈപ്പിലാണ് ഓല് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറ്റുന്ന പോലെ ഞാൻ വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പുറമൊക്കെ ഈ ഒരു മൂടിയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പെട്ടെന്ന് നാട്ടിലോട്ട് തിരിച്ചു പോകണം. അതിന് മുന്നേ നമുക്ക് എന്താക്കാം, വീടിൻ്റെ ഓണർ അതായത് ഫാറൂഖിനെയൊക്കെ കണ്ടെന്ന് സംസാരിച്ച് ഒരുപാട് കോമഡി വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ അവിടുന്ന് കണ്ടുമുട്ടി. ഒക്കെ നമ്മളെ നാട്ടുകാർ തന്നെയാണ്, പക്ഷേ നേരിട്ടൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ടാണ് ഓരോരുത്തരെയൊക്കെ കണ്ടുമുട്ടൽ. അപ്പോൾ ഈവനിങ്ങിലാണ് കേട്ടോ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. ഇനി ഹർത്താൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈവനിങ്ങിലാക്കിയെന്നറിയില്ല. എന്തായാലും നമ്മൾ അവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, ഏകദേശം ഒരു 15-16 കിലോമീറ്റർ കൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ എത്തി. അങ്ങനെ കയറിയ പാടെ തന്നെ നമുക്ക് എന്തായാലും ഫോട്ടോ സെക്ഷൻ ആക്കാം. അങ്ങനെ ഉമ്മാനെയും സിനൂനെയും അതേമാതിരി അലേഹിയും അയ്യൂബൊക്കെ കൂടിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിട്ടോ.
അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് വീടിൻ്റെ ഉള്ളൊന്ന് കാണാം. നല്ല തിരക്കുള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും എടുക്കണില്ല കേട്ടോ. ഒരു ട്രഡീഷണൽ ടൈപ്പിലാണ് ഇവർ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഉള്ളിൽ നോക്കിയപ്പോൾ ആ ഒരു ട്രഡീഷണൽ ലുക്കല്ല എനിക്ക് കിട്ടിയത്, ഒരു മോഡേൺ ടൈപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി സിറ്റ് ഔട്ടും 3 ബെഡ്റൂമും ഹാളും പിന്നെ ഓപ്പൺ കിച്ചണൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വീട് കേട്ടോ. കിച്ചണൊക്കെ പിന്നെ മോഡുലാറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പോയിട്ട് റൈസ് കൊണ്ട് ബ്രെഡ് സൗണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യങ്ങൾ തിന്നാൻ പറ്റില്ല. എന്താ പഠിക്ക് ലേഗോന ലേഗോൻ കോഴി ഉണ്ട്, ലേഗോൻ കോഴി. അങ്ങനെ വീടൊക്കെ കണ്ടില്ല. ഇനി നമ്മൾ ഫുഡിൻ്റെ സെക്ഷനാണ്. ഫുഡൊക്കെ അടിപൊളി ഫുഡുകളായിരുന്നു. എനിക്ക് ഡയറ്റ് ആവുകൊണ്ട് എന്തായാലും ഞാൻ ഫുഡ് കഴിക്കുന്നില്ല ഗൈസ്. എന്തായാലും ഇവർ കഴിക്കണം നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാം. നമ്മൾ പിന്നെ ഡെഡിക്കേഷൻ എടുത്ത് കഴിഞ്ഞാൽ ഗൈസ് അത് ഞാൻ എന്തെന്നെ തല പോഞ്ഞാലും ഞാനത് പൂർത്തിയാക്കും. അങ്ങനെ ഓരോ ഫുഡൊക്കെ കഴിക്കുക, ഞാൻ ഈ കുട്ടികളെ നോക്കിയിട്ട് ഞാനും ഇവിടെ ഇരിക്കായിരുന്നു. അല്ല എവിടെ ഗൈസ് വാവക്ക് വിശേഷമായിട്ടുണ്ട്. വിശേഷമായി എത്ര മാസമായി? 3 മാസം ആവണം. ഏത് ഹോസ്പിറ്റലിലാണ്? നമ്മളിവിടെ മിംസിലാണ് കാണിക്കുന്നത്. വാവക്കുള്ള കഴിക്കലാണ് ഗൈസ്. ഷാജു നിങ്ങളെന്ത് പേരിക്കാനു? നിങ്ങളെന്ത് പേരിക്കാനു? നിങ്ങളന്ന് പറഞ്ഞു അന്ന് നേരെ വേറെ ഇല്ല വന്നില്ല. നിങ്ങൾ വന്നില്ല. നിങ്ങൾ വന്നിട്ടില്ല. എന്റെ കൂടെ വന്നില്ല. ആ എന്തോ കുഴപ്പമില്ല. ഞാൻ വൈകി ആൾക്കാരാ. ഒരു മനസാക്ഷി ഇല്ലാത്ത 2 എന്റെ കൂടെ വരുന്ന കാശ്. ഞാനാ കൊടുക്കുന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണ്ടേ? ഞാൻ ഡയറ്റ് ആവുമ്പോ നിങ്ങളും ഡയറ്റ് ആവണ്ടേ? ഇരുന്ന് പാൽ കപ്പ് ഓ ഇതാണ് ആ ബെഞ്ചിലെ ഏറ്റവും ലാസ്റ്റ് നീച്ചിക്കണേ. അലേഹ എവിടെ? അലേക്കൊന്നും തിന്നാൻ കൊടുത്തില്ലേ? എന്തായാലും പുതിയ വീട് അടിപൊളിയായില്ലേ? പക്ഷെ നമുക്ക് കൂടുതൽ ഹോം ടൂർ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഫുൾ തിരക്കാണ്. ചെക്കന് എന്നും ഇല്ലാത്ത കരച്ചിലായിരുന്നു. നല്ലോണം ഒച്ചടാൻ പറ്റൂല, ഉറക്ക തൊള്ളിടാൻ പറ്റൂല. വലിയ കാര്യ. അല്ലാ ഇരിക്കോ ഇത് കഴിഞ്ഞിട്ടാ വരുന്നൊക്കെ? ഞാൻ പോട്ടെ, കുറച്ച് റോട്ടിക്ക് നോളി. ഞാൻ വണ്ടി എടുത്ത് തരാം കേട്ടോ. പാടത്ത് പോയിട്ട് അല്ലേ വരുന്നുണ്ടോ? ജിനേഷ് പോവാ? ആരിത് കുടിയിരിക്കലൊക്കെ പോയി അല്ലേ? ആരിത് പോയി കരഞ്ഞ് തൊള്ളിട്ട് കുതിർന്നിട്ട് ഞാൻ അലോക്കിന്റെ കരച്ച മൈക്കട ഒച്ചോട്ടപ്പോളേ മൈക്കനെ ലോനും പിടിക്കുന്ന ആൾക്കാരെ പറ്റൂല മക്കളെ. ഒച്ചലോണ്ട് കര ആ ഇത് കരനീന്റെ സൗണ്ട് കേക്കല്ല, എന്നാ കരീനുണ്ടേനി. മിയാസിന്റെ മാതിരി ഒച്ചല്ലാതെ എടാ ചക്ക വിളിച്ചു
ചെറുപ്പൊക്കെ പറയുന്നു അങ്ങനെ ഹൗസ് വാമിങ് കഴിഞ്ഞ് വീടെത്തിയിട്ടോ. വീടെത്തുമ്പോൾ നല്ല ബ്ലോക്കാണ്, വേറെ ഒന്നുമല്ല നമ്മുടെ നാട്ടിലെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോകുമ്പോൾ തന്നെ നമ്മൾ കണ്ട ആ ഒരു വേലയുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇതുപോലത്തെ ഒരു 100 കാളകൾ ഇങ്ങനെ പോവും. അപ്പോൾ എന്തായാലും ഒരു ഫേമസ് പൂരാണ്. എന്തായാലും വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം. ഓക്കെ, ബൈ.